10,000 രൂപയ്ക്കൊരു ഫീച്ചർ ഫിലിം എടുത്ത വ്യക്തിയാണ്. ചിത്രത്തിൻ്റെ പേര് ട്രാൻസിഷൻ. ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് ആകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. ബാക്കപ്പ് ചെയ്യാൻ ആരുമില്ല, ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. അതിനുശേഷം രണ്ടാമതായി ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ചിത്രത്തിൻ്റെ പേര് ട്രിപ്പിൾ ഡെക്കർ. പക്ഷേ 10,000-ൽ നിന്ന് മാറി ഇത്തവണ കുറച്ചധികം ബഡ്ജറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കോടികളല്ല, കുറച്ച് ലക്ഷങ്ങൾ. ആ ലക്ഷങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തെടുത്ത ഒരു സിനിമ, അതിൻ്റെ സംവിധായകനായ കൃഷ്ണൻ ഉണ്ണിയാണ് എന്നോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. സാധാരണയായി നമ്മൾ കാണുന്ന സിനിമയുടെ വലിയ ഗ്ലാമർ ലോകമല്ലാതെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ഷൂട്ടിംഗ് ജീവിതം, അത് ഓരോരുത്തരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് എല്ലാം കോപ്പറേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാം ഒരു സംവിധായകൻ്റെ തലയിൽ മാത്രമാകുമ്പോൾ ചിത്രം മനോരമ മാക്സിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കാണുക, വിലയിരുത്തുക, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സംവിധായകനോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. സാധാരണയായി ഒരു സിനിമ എന്ന് പറയുമ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ കുറച്ചധികം കോടികൾ, എത്ര സെൻറ്റേഴ്സിൽ റിലീസ് എന്നതാണ്. ഇൻഡിപെൻഡൻറ്റ് ഫിലിംസിനെ പറ്റി ആളുകൾക്ക് വലിയ ധാരണയില്ല എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഒരു ട്രെയിലർ റിലീസാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പോകുന്ന കമ്പാരിസൺ എന്ന് പറയുന്നത് സാധാരണയായ ഒരു സിനിമ വിച്ച് ഇസ് മെയ്ഡ് ഓഫ് ഒരു 3 crore അല്ലെങ്കിൽ 4-5 അത്രയും ഒക്കെ ബന്ധപ്പെട്ടൊരു കമ്പാരിസണാണ്. നമ്മൾ അതിൻ്റെ ഒരു 1% വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുമ്പോഴേക്കും ആ കമ്പാരിസൺ ഹേർട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? ബേസിക്കലി ഇത് വെച്ചാൽ നമ്മൾ സിനിമ എന്നുള്ള രീതിയിൽ ആദ്യം നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഇന്ന ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനൊരു എന്തെങ്കിലും ഒരു സ്റ്റുഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റുഡിയോനെ വെച്ചിട്ടായിരിക്കും സ്ക്രിപ്റ്റൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണോ അത് വെച്ചിട്ടായിരിക്കും. കാരണം നമുക്കങ്ങനെ വലിയൊരു സോഴ്സ് ചെയ്യാനായിട്ടുള്ള വലിയ പ്രൊഡക്ഷൻ ഇല്ല. അതില്ലാത്തത് കൊണ്ട് നമുക്കുള്ള റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് കഥ പറയാം, അങ്ങനത്തെ രീതിയിലാണ് ഈ ഇൻഡിപെൻഡൻറ്റ് സിനിമകൾക്ക് നമ്മൾ കഥ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പം ഇതിൽ നമുക്കൊരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറായിട്ടുള്ള മോളി ആൻറ്റി, കൃഷ്ണ പൂജപ്പുര സാറിൻ്റെ വൈഫാണ്. പുള്ളിക്കാരി നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതൊരിതാണ്. ഹേർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് ചോദിച്ചാൽ നമുക്ക് സിനിമ ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ കിട്ടുന്ന റിസോഴ്സസ് ചോദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലങ്ങനെ ഒരു വിഷമമില്ല. ഈ 10,000 രൂപയ്ക്കാണല്ലോ ആദ്യം ഒരു സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം തന്നെ ചെയ്യണമെന്നുള്ള തോന്നൽ എങ്ങനെയാണ്? ഈ ട്രാൻസിഷന് ശേഷം കൃഷ്ണ പൂജപ്പുര സാറുമായിട്ട് കൊളാബ് ചെയ്തിട്ട് ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ റെഡിയായിരുന്നു. പക്ഷേ അവസാന നിമിഷം കൊണ്ട് അത് നടന്നില്ല ആ പ്രോജക്റ്റ്. അപ്പം ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ 2020 ട്രാൻസിഷൻ ഇറങ്ങിയത്. അപ്പോൾ അതിനുശേഷം 2024 ആ പ്രോജക്റ്റ് നടക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഈ വർഷങ്ങൾ പോകുന്നത് നമ്മൾ ശരിക്കും അറിയുന്നില്ല. അപ്പോൾ പലരിടത്തും നമ്മൾ കഥ പറയുന്നുണ്ട്, പല പ്രൊഡക്ഷൻസിനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നടക്കും, അടുത്ത വർഷം നടക്കും എന്നുള്ള രീതിയിൽ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചെയ്ത വർക്കിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുമല്ലോ ഏതൊരു വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നീണ്ടു പോകാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയ റിസോഴ്സസ് ഇതെങ്കിൽ ഇത് ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്തൊരു പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനും ഇടയിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് തീർച്ചയായിട്ടും അത് പല പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ അടുത്തൊക്കെ പോയി പിച്ച് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലതൊക്കെ നടക്കേണ്ടതാണ്, ചിലത് നടന്നിട്ടില്ല. അപ്പം അതിലങ്ങനെ വിഷമമൊന്നുമില്ല. സാധാരണയായിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ സ്ട്രഗിൾ പോലെ തന്നെയാണ് അത്. നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന അല്ലാതെ എന്തെങ്കിലും ഇല്ല, സാധാരണ പോലെ തന്നെയാണ്. നമ്മൾ അതിപ്പം നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒരു മീറ്റിംഗ് കൊണ്ട് ഒരിക്കലും ഒരാളെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു പ്രൊഡക്ഷനിൽ പോയിട്ട് നമ്മളൊരു കഥ പറയുമ്പോൾ ഇപ്പോൾ ഹരി ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ 3 CR 4 CR വെച്ചിട്ടൊക്കെയാണ് ഒരു മിനിമം ഒരു പടത്തിൻ്റെ ഒരു. അപ്പം ജസ്റ്റ് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വിശ്വസിച്ചിട്ട് ഇത്രയും എമൗണ്ട് ഒരു പ്രൊഡക്ഷൻ ഇറക്കണമെങ്കിൽ അതൊരു മീറ്റിംഗ് കൊണ്ട് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. അതൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അപ്പുറത്ത് ഇപ്പം ഹരിയുടെ അടുത്ത് ഞാൻ ഒരു കഥ പറയാൻ വന്നു കഴിഞ്ഞാൽ ഹരിക്ക് എൻ്റെ അടുത്തൊരു ട്രസ്റ്റ് തോന്നണം. ആ ഒരു മീറ്റിംഗ് 2-3 മീറ്റിങ്ങിലോട്ട് പോകണം. ഇപ്പോൾ മെയിൻലി ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ അധികം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. വിളിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ദിവസം തരുമായിരിക്കും. പിന്നെ അത് ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് ഒരു കഥ പറയുന്നത് പ്രോജക്റ്റ് ആക്കുന്നതും വലിയൊരു പാട് തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. ആരാണ് ലൈക്ക് ഹൂ ആർ യു? കൃഷ്ണൻ ഉണ്ണി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു പ്രൊഡ്യൂസറിനോട് പിച്ച് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വിശ്വാസ്യത ബിൽഡ് ചെയ്യണമല്ലോ. നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ നമ്മൾ അവരോട് പിച്ച് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു 15 ഷോർട്ട് ഫിലിംസോളം അതിൽ ഭാഗമായിട്ടുണ്ട്, 4 ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു സിനിമ 2020 ചെയ്തു. അത് തമിഴ്നാട് ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ മെൻഷൻ അവാർഡ് ഉണ്ടായിരുന്നു. ചമ്പൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ചെയ്യുന്നതാണ് ട്രിപ്പിൾ ഡെക്കർ എന്നുള്ള സിനിമ. വളരെ ചെറിയൊരു പരിമിതികൾ വെച്ചിട്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിപ്പോൾ മനോരമ മാക്സിൽ
ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത്. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ പിച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഒരു OTT പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പിച്ച് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം കൃഷ്ണുണ്ണിയെ പോലെ തന്നെ ആസ്പയറിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഈ പ്രായത്തിലാവട്ടെ അല്ലെങ്കിൽ ഇതും കഴിഞ്ഞിട്ടുള്ള പ്രായത്തിലായിക്കോട്ടെ. ഒരു സിനിമ മേക്ക് ചെയ്താലും അത് OTTയിലേക്ക് പോകുമോ എന്നൊന്നും അറിയില്ല. കാരണം ഇപ്പോൾ പല സിനിമകളും OTT ഡയറക്റ്റ് വാങ്ങുന്നില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ. തിയേറ്ററിൽ ഇത്രയും ഇറങ്ങിയതിനു ശേഷം മാത്രമേ OTT അത് വാങ്ങുകയുള്ളൂ. അപ്പോൾ അതൊരു തെറ്റായ കൺസെപ്ഷനാണോ അത്? തെറ്റായതല്ല. ഇപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു OTT അങ്ങനെ ആരും വാങ്ങിക്കാമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു സിനിമ ചെയ്യുന്നു, നമ്മളുടെ അതായത് ഒരു ബാക്കപ്പും ഇല്ല, ഇത് എങ്ങനെയാണ് ധാരണയില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുവാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ സിനിമ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ അറിയുന്നത് എങ്ങനെ എത്തും ഇതുള്ളതെന്ന്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ് ഈ ഒരു പ്രോജക്റ്റ്. പിന്നെ ഇത് നമ്മൾ ഫുൾ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമേ തീരുമാനിച്ചതാണ് ഇതൊരു ഡയറക്റ്റ് OTT അങ്ങനെ ഏതെങ്കിലും നമുക്ക് തീരുമാനിക്കാം. തിയേറ്ററിൽ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ആദ്യം നമ്മൾ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞ് ഫൈനൽ പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ മനോരമയ്ക്ക് അയച്ചു കൊടുത്തത്. അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരിത് സ്ട്രീം ചെയ്യാന്ന് പറഞ്ഞു. അല്ല, എൻ്റെ ചോദ്യം ആ സമയത്ത് അങ്ങനെ OTT ഡയറക്റ്റ് സിനിമകൾ എടുക്കാത്തൊരു ടൈം ആണല്ലോ. അപ്പോഴും നമുക്ക് ഡയറക്റ്റ് OTT പിച്ച് ചെയ്യാന്നുള്ളൊരു തോട്ട് എങ്ങനെ വന്നു എന്നുള്ളത്? അങ്ങനെയല്ല, നമ്മൾ മെയിൻലി നോക്കുമ്പോൾ ഇത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. ഈ സ്ക്രീൻ പ്ലേയുടെ കണ്ടന്റിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഇത് പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് റൈറ്ററിനും ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് മുന്നോട്ട് പോയത്. അത് വർക്കൗട്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. ഡയറക്ടറായിട്ടല്ലാണ്ട് ഈ പടത്തിന് ഏതൊക്കെ ഭാഗമായിട്ടുണ്ട്? ഈ പടം ഞാൻ കോറേറ്റ് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്യാമറയുടെ അഡീഷണൽ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുണ്ട്, പിന്നെ അതിൽ കുറച്ച് സ്റ്റൺസ് അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നതല്ല, നമുക്ക് റിസോഴ്സസും ഒരു മാൻ പവറും ഇല്ലാത്തത് കൊണ്ട് അവസ്ഥ കാരണം ചെയ്യുന്നതാണ്. അല്ല, ഈ അവസ്ഥ കാരണം ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ആളുകളും സപ്പോർട്ട് ചെയ്യണമല്ലോ. ഇപ്പം അതായത് ഇപ്പം നമ്മുടെ ഒരു വിഷന് കൂടെ ആളുകൾ ഇല്ലെങ്കിൽ പിന്നെ അത് വെക്കാവണമെന്നില്ല. പ്രത്യേകിച്ച് ഇത് എത്ര ദിവസം ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? ഇവരുടെ കോപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ആർട്ടിസ്റ്റ് ബാക്കി ഇത് വന്നിട്ടൊരു എന്ന് വെച്ചാൽ ഇതൊരു ഇച്ചിരി വലിയ ക്യാൻവാസ് ആണ്. ക്യാൻവാസ് പരമായിട്ട് ബഡ്ജറ്റ് ചെറുതാണെങ്കിലും ക്യാൻവാസ് വലുതാണ്. ഒരുപാട് ബഡ്ജറ്റ് ചെറുതാണ് ക്യാൻവാസ് വെച്ചാൽ ഒരു ഇതൊന്നും വെച്ചാൽ ലിമിറ്റഡ് ലൊക്കേഷൻസിൽ നടക്കുന്നതല്ലേ. സാധാരണ ഒരു നമ്മൾ ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിലൊക്കെ ഒരു സിനിമ ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു വൺ ലൊക്കേഷനാണ്. അപ്പോൾ കൃഷ്ണപൂജപ്പുര സാറിനും എനിക്കാണെങ്കിൽ അതിന് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മളത് തീരെ ഒരു സ്ഥലത്തോട്ട് ഒതുക്കണ്ട, കുറച്ച് വൈഡായിട്ട് തന്നെ നമുക്ക് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്നുള്ള ആ ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിൽ നമ്മൾ ചെയ്തതാണ്. ഇതിൽ വന്നിട്ട് 50ഓളം ലൊക്കേഷൻസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഷൂട്ട് നടന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചി, തിരുവനന്തപുരത്താണ് മെയിൻ ലൊക്കേഷൻ. എനിക്ക് തോന്നുന്നു അമ്പൂരി തൊട്ട് പൊൻപുടി വരെയുള്ള എല്ലാ മേഖലകളും കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ ട്രിവാൻഡ്രം, പിന്നെ കന്യാകുമാരി, പിന്നെ സിംഗപ്പൂരിൽ കുറച്ച് ഷൂട്ടുണ്ടായിരുന്നു. അത് പ്രസിദ്ധം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കറാണ് പുള്ളിയും. പുള്ളിയുടെ അടുത്തൊരു സിനിമ വരുന്നുണ്ട്. പുള്ളി ആ ടൈമിൽ സിംഗപ്പൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പോർഷൻസൊക്കെ പുള്ളിയാണ് എടുത്തു തന്നത്. അപ്പം അങ്ങനെ വേറെ ഇവിടെ നിന്ന് ആരും പോയില്ല, പുള്ളി അവിടെ നിന്ന് ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് പുള്ളി അത് ചെയ്തിട്ട് എനിക്ക് ഫയൽസ് അയച്ചു തന്നു. അപ്പം അങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ രീതിയിൽ ചെയ്തൊരു പ്രോജക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ പൈസയുടെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലരൊക്കെ അൺപെയ്ഡ് ആയിരിക്കും, ചിലർ ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരായിരിക്കും. ഞാൻ പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു അഷുറൻസ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഔട്ടായിരിക്കുമല്ലോ. അത് നമ്മൾ എങ്ങനെയാണ് ലൈക്ക് ഇവരോട് ഔട്ട് വരാൻ സമയം എടുക്കുക? അതുവരെയുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ലൈക്ക് ഇത് ഓക്കെ ആദ്യമേ ഇത് പ്രോജക്റ്റ് ആയപ്പം എന്ന് വെച്ചാൽ മെയിൻലി ഫസ്റ്റ് ഞാൻ സമീപിച്ചത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇത് പറയുമ്പോൾ അവർക്ക് ഐഡിയ വർക്കൗട്ട് ആയിട്ടുണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത്രയും ലൊക്കേഷൻസ് ഇതൊക്കെ ഉള്ളത് ഈ ഒരു ബഡ്ജറ്റിൽ നിൽക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അടുത്തുള്ള ഒരു വിശ്വാസവും പിന്നെ പരസ്പരമുള്ളൊരു ധാരണയിലും വെച്ചിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോയത്. അപ്പോൾ അത് ഏറെക്കുറെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. നമ്മളിത് വന്നിട്ടൊരു 60 to 65 ഡേയ്സോളം എടുത്തു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അല്ലല്ല, ഡിഫറെൻറ്റ് ഷെഡ്യൂൾ. അത് ഒറ്റ ഷെഡ്യൂളിൽ ഒരിക്കലും തീർക്കാൻ പറ്റാത്തൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാം കൂടെ 5-6 പേരേ ഉള്ളൂ. അതിൽ അഭിനയിക്കുന്ന ആളുകളെയും കൂടെ ചേർത്ത് അവർ തന്നെയാണ്. ഇപ്പോൾ വൈഷ്ണവിയൊക്കെ ലീഡായിട്ട് അഭിനയിച്ചാണ്, വൈഷ്ണവി ഗൗരി. അവരൊക്കെ തന്നെയാണ് അസോസിയേറ്റും എൻ്റെ കൂടെ ചീഫ് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തത്. അപ്പോൾ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഒരു 50-ൽ മേലെ ആർട്ടിസ്റ്റുകളുണ്ട്. ഒരേ ടൈമിൽ ഫ്രെയിമിലില്ലെങ്കിൽ പോലും. അപ്പം അങ്ങനെ ഒരു പോയൊരു സംഭവമാണത്. നമ്മളൊരു സ്ക്രിപ്റ്റ് എനിക്കിപ്പോഴും അതിലൊരു ക്ലാരിറ്റി കിട്ടണമെന്നുണ്ട്. അതായത് ഒരു സ്ക്രിപ്റ്റ് പൂർണ്ണമായും ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലോട്ട് പോകും, അല്ലെങ്കിൽ നമുക്കൊരു ധാരണ ഉണ്ടാവും ഇത് തിയേറ്ററിൽ ഇറക്കുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ പറയുന്നത് OTT ആണ് പിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ആ സമയത്ത് OTT അങ്ങനെ എടുക്കുന്നുമില്ല. അതായത് പാഷൻ്റെ പുറത്ത് ചെയ്ത ഒരു സിനിമ, അല്ലാതെ അതിന് വേറെ റിസൾട്ട് ഒന്നും ഇല്ല. അതാണ് കൃഷ്ണപൂജപ്പുര സാറും ഞാനും കൂടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇതായതാണ്. അപ്പോൾ സാറാണ് ഇങ്ങനെ ചോദിച്ചത്, നിങ്ങൾക്കൊരു
ഇൻഡിപെൻഡൻറ്റ് മൂവി ട്രാൻസിഷൻ പോലെ സോണിക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി കുറച്ച് ദിവസം അധികം മാസങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത പ്രോജക്റ്റിലോട്ട് പോകുന്നതിന് മുമ്പായിരുന്നു ഈ ഒരു കോൺവെർസേഷൻ നടന്നത്. നമുക്ക് പറഞ്ഞു ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ പുള്ളി ലേഖനങ്ങളായിരുന്നു കേരള കൗമുദിക്ക് വേണ്ടിയിട്ട്. പിന്നെ പ്രേം നസീറിൻ്റെ ഒരു ഫാനും കൂടെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പഴയ കുറേ പ്രേം നസീറിൻ്റെ സിനിമകളൊക്കെ പറയും. CID നസീർ, കണ്ണൂർ ഡീലക്സ് എന്ന് പറയും AB രാജിൻ്റെ. അപ്പോൾ ആ ഒരു സിനിമ അതായിരുന്നു ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണൂർ ഡീലക്സിൽ നിന്നാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ടോക്കിംഗ് വന്നത്. പിന്നെ കേരള കൗമുദിക്ക് വേണ്ടിയിട്ട് ഒരു ലേഖനങ്ങൾ പുള്ളി എഴുതുമായിരുന്നു. അപ്പോൾ അതിൽ എന്തോ ഒരു ഓൺ എഡിഷൻ എന്തോ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് സിനിമ ചെയ്യാം, ആ ഒരു ലേഖനം വെച്ചിട്ട് നമുക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാമോ, ഒരു ഇൻഡിപെൻഡൻറ്റ് ഫീച്ചർ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷെ അതല്ല നമ്മളെടുത്തത്. പിന്നെ കണ്ണൂർ ഡ്യൂലക്സ്, ഇത് രണ്ടും കൂടെ ഇൻസ്പിറേഷൻ വെച്ചിട്ടൊരു ചെയ്തൊരു പ്രോജക്റ്റാണ് ഈ പറഞ്ഞ ട്രിപ്പിൾ ഡെക്കർ. വയലൻസ് പോർട്രേ ചെയ്യാൻ കുറച്ചധികം ബഡ്ജറ്റ് വേണമെന്നുള്ളത് എപ്പോഴും ഒരു ധാരണയാണ്. അത് അതിൻ്റെ റോ ഫീൽഡ് ആളുകൾക്ക് കിട്ടണമെങ്കിൽ അത്രയും ബഡ്ജറ്റ് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ പടത്തിൽ അങ്ങനെയുള്ള സീക്വൻസസ് ട്രെയിലേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഹിൻ്റ് ഉണ്ട്. അതുകൊണ്ട് ശരിക്കും ഒരു സിനിമ ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ വയലൻസ് ഒന്നുമില്ല, എന്താണെങ്കിലും അതിനൊരു പ്രൊഡക്ഷൻ ഇതുണ്ട്. പിന്നെ നമുക്കിത് ചെയ്യണമല്ലോ, നമ്മളുടെ ഒരു സ്ക്രിപ്റ്റിൽ ഈ സംഭവം ഉണ്ട്, നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ പല DI മെത്തേഡുണ്ട്. വെച്ചാൽ നമുക്ക് ഈ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇന്ന ബ്ലഡുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോൾ വൈഷ്ണവിയാണ് ഇതിൽ സ്പെഷ്യൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ആർട്ടിസ്റ്റ് തന്നെ ലീഡ് റോൾ ചെയ്ത് ഈ സ്ക്രാച്ച് മുറിവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തന്നെയാണ്. അത് യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ഇപ്പോൾ ഒരു സംഭവം നമുക്ക് വേണം, ഇപ്പോൾ ഒരു കൂടുതലൊരു ബഡ്ജറ്റ് ആണെങ്കിൽ നമ്മളത് യൂട്യൂബ് നോക്കും, ഇതിനേക്കാളും കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും, എന്നിട്ട് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഈ സ്ട്രഗിൾസും എഫേർട്സും സ്വാഭാവികമായിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നവർക്കും ഉണ്ടാവും. പക്ഷെ അവർക്ക് ഒരു യൂട്യൂബ് എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും അവർ ആ സിനിമ ചെയ്യുന്നത്. എനിക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ആ സമയത്ത് എന്താണെന്നൊരു ധാരണയില്ല, തിയേറ്ററിലോട്ട് പോകുന്നൊരു ധാരണയില്ല, പക്ഷെ അത് പാഷൻ്റെ പുറത്ത് ചെയ്യുന്നത്. സാധാരണ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നവർക്ക് അറിയാം, ഇത് യൂട്യൂബിൽ ഇടുക, ഇന്ന പേജിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പം റീച്ച് കിട്ടും, അതിൻ്റേതായ സ്ട്രഗിൾസ് ഉണ്ടാവും, ലൈക്ക് എൻഡ് റിസൾട്ട് ഉണ്ടാവും. ഇത് എൻഡ് റിസൾട്ട് അറിയാതെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്കൊരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത്. അല്ല, ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല, നമ്മൾ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ല യൂട്യൂബിൽ ഇറക്കാനുള്ള പരിപാടിയില്ല. അങ്ങനെ പറയാം, ഇപ്പോൾ ഒരിടത്ത് ഇറക്കിയില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലല്ലാതെ വേറെ നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും നമുക്കിത് യൂട്യൂബ് എന്ന് പറയുന്നൊരു നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്താൽ അത് അതിനകത്ത് തന്നെ ഇടാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവസാനത്തെ റിസോർട്ട് അത് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ അത് ഉണ്ടായിരുന്നതാണ്. അപ്പം നമ്മൾ നോക്കാം, കൊണ്ടുവന്നിട്ടില്ല, ബാക്ക് ഓഫ് ദ മൈൻഡ് എവിടെ ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ ഒരിടത്തും എത്തിയില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഇടാലോ, എവിടെയെങ്കിലും കാണുന്നുണ്ടല്ലോ, ഇത്രയും പേര് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തതല്ലേ, എല്ലാവർക്കും അവരുടെ വർക്ക് കാണണമെന്നുണ്ടാവും. അതാ ചോദിക്കുന്നത്, ഒരു ഫീച്ചർ ഫിലിം എടുക്കുമ്പോൾ പിന്നെ അവരോട് പറയുകയാണത് യൂട്യൂബിൽ എനിക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. ഒരു ഗ്യാപ്പില്ല. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 60-65 ഡേയ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഷൂട്ടല്ല, ഒരു മാസം എല്ലാവരും ഫ്രീ ആണ്. ഇപ്പോൾ ക്യാമറാമാൻ അവർ പറയുകയാണ് ഞാൻ ഇന്ന ദിവസം എനിക്ക് ഫ്രീ ആണ്, അപ്പോൾ ഞാൻ പറയും ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ 2 പേര് കോമ്പിനേഷൻ സീനായിരിക്കും. ഇപ്പോൾ ഒരാൾ പറയും എനിക്ക് ഇന്ന ദിവസം പറ്റത്തില്ല, അപ്പോൾ അടുത്തെത്താറാകുമ്പോഴായിരിക്കും ചില എമർജൻസി സിറ്റുവേഷൻസ് ആണ് അത് പറ്റാതെ ആവുന്നത്. ശരി, ഇവരെയൊക്കെ എല്ലാവരും യോജിപ്പിച്ചിട്ട് ഒരു ദിവസം നമ്മൾ ഷൂട്ട് വെച്ചെന്ന് വിചാരിക്കുക, അപ്പോൾ പോകുന്ന ലൊക്കേഷൻ അവിടെ എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും, അപ്പോൾ അത് നമുക്കത് എടുക്കാൻ പറ്റില്ല. ശരി, ഇതെല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു കണ്ടിന്യൂ, ചിലപ്പോൾ ഒരു കഴിഞ്ഞ മാസം എടുത്തൊരു ഷോട്ടായിരിക്കും, അപ്പോൾ അതിൻ്റെ ബാക്കിയായിരിക്കും പാച്ചായിട്ട് എടുക്കേണ്ടത്, അപ്പോൾ അതേപോലത്തെ കണ്ടിന്യൂറ്റി വേണം. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ പോയിട്ട് അവർ ഇടയ്ക്ക് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തോന്നും ഇത് തീരൂ, ഇത് ഇറങ്ങൂ എന്നുള്ളത് ക്രൂ മെമ്പേഴ്സിനാണെങ്കിൽ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കൺസേൺ ആയിട്ട് അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇറങ്ങൂടെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് ഇത് ഇറക്കും അതല്ല. അപ്പോൾ ആ ടൈമിൽ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല, പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇറങ്ങും. OTT-യിലാണെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാം, വർക്ക് ചെയ്ത് എല്ലാവർക്കും ഗുണം വരുന്ന രീതിയിൽ നമുക്ക് ഒരെണ്ണം ചെയ്യാം എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്, ഇത് എവിടെയെങ്കിലും എത്തിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. കൃഷ്ണനോട് മാത്രമല്ല, ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെയും കൂടി ഒരു മൈൻഡ് സെറ്റ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ അവർക്ക് പേയ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവരെ കംഫർട്ട് ചെയ്ത് വെക്കുക, കാരണം ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. പക്ഷേ നമ്മളും അതിൻ്റേതനുസരിച്ചുള്ളൊരു മെൻറ്റൽ പ്രഷറിലൂടെ ആയിരിക്കും പോകുന്നത്. നമുക്ക് ഇന്നൊരാൾ പൈസ മുടക്കിയിട്ടുണ്ട്, അതിപ്പോൾ കോടികളില്ലെങ്കിൽ പോലും കുറച്ച് പൈസയാണെങ്കിൽ പോലും നമ്മൾ അതിന് ഉത്തരവാദിയാണല്ലോ. അത് ഇവരുടെ ഈ കാര്യങ്ങൾ കൂട്ടത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നു, കൂട്ടത്തിൽ എന്തൊക്കെയാണ് ഡേറ്റുകൾ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. സ്വയം എങ്ങനെയാണ് ഈ
പ്രഷർ ഹാൻഡിൽ ചെയ്ത് ലൈക്ക് ഈ ഒരു ടൈം? ഇല്ല, ആ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ട്രാൻസിഷൻ കഴിഞ്ഞ് ഒരു 4-5 വർഷമായി. അപ്പോൾ അടുത്തൊരു പ്രോജക്റ്റ് നമുക്കൊരു മറ്റേ നമ്മുടെ ലേറ്റസ്റ്റ് വർക്ക് എക്സ്പയർ ആയിപ്പോയി. അപ്പോൾ നമുക്കൊരു ലേറ്റസ്റ്റ് വർക്ക് വേണം. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണോ നമ്മുടെ പോർട്ട്ഫോളിയോ ഇങ്ങനെ മെയിൻറ്റെയിൻ? എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നമ്മളതൊരു വർക്ക് ഒരാളുടെ അടുത്ത് കാണിക്കുമ്പോൾ ഏത് വർക്ക് ചെയ്തു. ഇപ്പോൾ 2020 വെച്ചാൽ ഞാൻ ആ ടൈമിൽ എനിക്ക് 18-19 വയസ്സിലായിരുന്നപ്പോഴാണ് ഞാൻ ആ ഒരു പ്രോജക്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ടൈമിൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റും ഞാൻ കണ്ട സിനിമകളും അതൊക്കെ ഇൻസ്പയർ ആയിട്ടാണ്. അപ്പോൾ ഞാൻ 24 പോകുമ്പോൾ എൻ്റെ ചില കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട്, ഇതുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യണമെന്നും കൂടെ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് 25 വയസ്സായിരുന്നു. 24-25 വയസ്സായപ്പോഴാണ് ഇതിൻ്റെ ഷൂട്ട് നമ്മൾ ചെയ്തത്. എനിക്ക് 2024 സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റാണ്. അപ്പം ആ ടൈമിൽ അപ്പോൾ അത് ചെയ്യണമെന്നുള്ളൊരാഗ്രഹമാണ്. പിന്നെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിൽ കംപ്ലീറ്റ്ലി അങ്ങനെ പ്രഷർ വന്നാൽ ഹാൻഡിൽ ചെയ്യുക. അത് പക്ഷേ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ പ്രഷറാണെങ്കിൽ പോലും പിറ്റേ ദിവസം നമ്മൾ എണീറ്റ് പോകുന്നുണ്ട്, രാവിലെ എണീക്കാൻ തോന്നുന്നുണ്ടെങ്കിലും അത് മടുപ്പായിട്ടല്ല, നമുക്കിത് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പിറ്റേ ദിവസമാണെങ്കിൽ എണീറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു മടുപ്പ് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സ്വന്തമായിട്ട് തന്നെയാണ് പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത്. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് പിച്ച് ചെയ്യാൻ എന്തുമാത്രം സ്ട്രഗിൾ ഉണ്ട്? നമ്മുടെ കയ്യിൽ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കാം, പക്ഷേ കേൾക്കാനുള്ളൊരു ഇതുണ്ടാവണം. പലർക്കും അത് കേൾക്കാനുള്ള സമയം ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. പലരും, നമ്മൾ മാത്രമല്ല, പലരും ഇതുപോലെ പലരിലേക്ക് പിച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളത് കുറേ റൈറ്റപ്സ് നമ്മൾ ഫേസ്ബുക്കിലൂടെ തന്നെ വായിക്കുമല്ലോ. നല്ല ഡിഫിക്കൽട്ടാണോ അതിലേക്ക് എത്തി? വളരെയധികം ഡിഫിക്കൽട്ടാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എന്നുവെച്ചാൽ എനിക്ക് ഒരാളുടെ നമ്പറാണ് കിട്ടുന്നത്, ഞാൻ അയാളെ വിളിക്കുന്നുണ്ട്, പക്ഷേ അയാൾക്ക് അറിയത്തില്ല അപ്പുറത്തിരിക്കുന്ന ആളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല മെസ്സേജുകൾ അയാൾക്ക് എത്തുന്നുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്ത ആൾക്കാരുണ്ടാവും, അസോസിയേറ്റ്സ് അവരുടെ ഉണ്ടാവും, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തവരുണ്ടാവും. അപ്പോൾ അവരതിന് ഒരു 3-4 വട്ടമെങ്കിലും വിളിക്കുമ്പോഴായിരിക്കും ഒരു എടുത്തിട്ട് അവരൊരു ഡേറ്റ് പറയും, നമുക്ക് ശരി കഥ കേൾക്കാം, നിങ്ങൾ എന്തെങ്കിലും പിച്ച് ഡെക്ക് അയക്കാൻ പറയും. നമ്മൾ പിച്ച് ഡെക്ക് എല്ലാം അയച്ചു കൊടുക്കും. അപ്പോൾ അത് റിവ്യൂ ചെയ്ത് വരാനായിട്ട് ഒരു 3-4 ദിവസം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലർ 2 ആഴ്ച എടുക്കും. റിവ്യൂ ചെയ്തിട്ട് അവരത് ഓക്കെ ഇത് കൊള്ളാം, അല്ലെങ്കിൽ ഇത് വർക്കൗട്ടായില്ല, കൊള്ളാമെങ്കിൽ നമുക്കൊരു ഡേറ്റ് തരും വരാനായിട്ട്. അപ്പോൾ ആ ഡേറ്റ് എത്തുമ്പോൾ അവർക്കും പല ഇതുകൊണ്ട് ഡേറ്റ് മാറാം, ഇത് മാറാം. അപ്പോൾ ചിലപ്പോൾ ഒരു മാസം 2 മാസമൊക്കെ എടുത്തിട്ടായിരിക്കും നമുക്ക് ഒരാളുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. ആ അപ്പോയിൻമെൻറ്റ് അപ്പോൾ ആ ദിവസം കഥ പറയാൻ പോകുമ്പോൾ ദിവസം അയാൾ എങ്ങനത്തെ മൈൻഡ് സെറ്റ് ഇരിക്കണമെന്ന് നമുക്കറിയത്തുമില്ല. ചിലപ്പോൾ അയാൾ വല്ല ഇത് കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് ആയിരിക്കും, ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസമായിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ പറയും പെട്ടെന്ന് 2 മിനിറ്റ് 5 മിനിറ്റിന് കഥ പറയുക, പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയുക. ആ ഔട്ട്ലൈൻ നമ്മൾ പറയുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് തന്നിട്ട് പോകാൻ പറയും. പിന്നെ ഇത് സ്ക്രിപ്റ്റ് അവർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വേണം ഇത് വായിച്ച് തീർക്കാൻ. അതൊക്കെ ഇനി എപ്പോഴാണ്, അതാണ് ഇതിൻ്റെ ഇടയിൽ അവർക്ക് വേറെ ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട്സ് വരാൻ, ചിലപ്പോൾ ഇത് വിട്ടുപോകാം. അപ്പോൾ നമ്മൾ ഫോളോ അപ്പ് വിളിക്കുന്നത് ചിലർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഫോളോ അപ്പ് വിളിക്കുമ്പോൾ അവർ പറയും വിളിക്കണ്ട, ഞാൻ തിരിച്ച് വിളിച്ചോളാം. അപ്പോൾ അത് നല്ലൊരു പ്രോസസ്സാണ്. അപ്പോൾ ഒരാൾക്ക് നമ്മളടുത്ത ഒരു ട്രസ്റ്റ് വന്നത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇതിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കൃഷ്ണ പൂജപ്പുര ഒരു റിനൗണ്ട് റൈറ്ററാണ്, അപ്പം മലയാളത്തിൽ തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കൊളാബറേഷൻ എങ്ങനെ വരുന്നു? ഇത് കൃഷ്ണ പൂജപ്പുര സാറിന് എനിക്ക് പണ്ട് തൊട്ടേ അറിയാം, നമ്മുടെ ഫാമിലി ഫ്രണ്ടും കൂടെയാണ്. അപ്പോൾ ഇതൊരു ട്രാൻസിഷൻ്റെ സ്ക്രീനിങ്ങിലാണ് കൃഷ്ണ പൂജപ്പുര സാർ ഇത് സിനിമ കാണുകയും എന്നെ വിളിച്ചിട്ട് നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ സാറിൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കൊളാബറേഷൻ തുടങ്ങിയത്. അപ്പോൾ അത് എല്ലാം ഏറെക്കുറെ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. ഒരു ഡാർക്ക് കോമഡിയിൽ പോകുന്നൊരു ത്രില്ലർ സബ്ജക്റ്റ്. ഈ പ്രോജക്റ്റ് അല്ല, ഇതിന് മുമ്പത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അത് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ പ്ലാൻ ചെയ്തൊരു പ്രോജക്റ്റാണ്. പ്രൊഡക്ഷൻ എല്ലാം റെഡിയായി, പക്ഷേ എന്തോ അവസാന നിമിഷം കൊണ്ട് ചില കൺഫ്യൂഷൻസ് കാരണം ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പോൾ അങ്ങനെ നിന്ന ഒരു സമയത്താണ്, അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ നമ്മൾ പല കഥകളും സംസാരിക്കും. ഇത് മാത്രമല്ലാതെ തന്നെ നമ്മളുടെ അപ്കമ്മിങ് ആയിട്ട് എൻ്റെ മൈൻഡിലുള്ള കഥകളും പുള്ളിക്കാരൻ്റെ ഐഡിയാസും ഇങ്ങനെ തമ്മിൽ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ നമുക്കൊരു ധാരണ കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഈ പ്രോജക്റ്റിലോട്ട് എത്തുന്നത്. പിന്നെ പുള്ളി നല്ല രീതിയിൽ നമ്മുടെ ഐഡിയാസൊക്കെ എടുക്കും. കാരണം ഒരു അപ്പുറത്തിരിക്കുന്ന ഒരാൾ ഒരു ചില റൈറ്റർ ആണെങ്കിലും ഫിലിം മേക്കർ ആണെങ്കിലും ആ ഒരു റെസ്പെക്റ്റ് തന്നിട്ട്, ഇപ്പോൾ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, ഞാൻ ഹിറ്റായ സിനിമയുടെ ഇത് അങ്ങനത്തെ ഉള്ളൊരു പരിപാടിയൊന്നുമില്ല. പുള്ളിക്കാരൻ ചെയ്യുന്ന തെറ്റുകൾ പറയാറുണ്ട്. അപ്പോൾ നമ്മളത് പറയുമ്പോൾ അത് ഇൻടേക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ചിലത് ശരിയാണെന്ന് പറയുന്ന കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെറുതായിട്ട് തിരുത്താറുണ്ട്. അങ്ങനത്തെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ഒരു കൊളാബറേഷനാണ്. അപ്പം വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊളാബറേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കമേഴ്ഷ്യൽ സിനിമ എടുക്കുക എന്നുള്ളത് തന്നെയാണോ? ലൈക്ക് ഒരു നല്ല ക്യാൻവാസിൽ? തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയും ഒരു സ്വപ്നം. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഉള്ളൊരു സ്ട്രഗിൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യം വെക്കുമ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം ചെയ്തു, ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോകുമ്പോൾ
നമ്മൾ ഈ ലൂപ്പിൽ പെടുന്നതാണെന്നൊരു ഫീല് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ആദ്യം വിചാരിച്ചത് ട്രാൻസ്ലേഷൻ കഴിഞ്ഞതിന് ശേഷം കൊമേഴ്ഷ്യലിലോട്ട് തന്നെ പോവാം എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് എത്ര എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഹോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് കിട്ടും എന്നുള്ള ഒരു ഇതിൽ പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഉദ്ദേശിച്ചതുപോലെ വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റിലോട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ആരാണെന്ന് മറന്നു പോകും എന്ന് പറയാറില്ല. അപ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ അടുത്താണെങ്കിൽ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഓക്കെ അടുത്തൊരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നടന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവി ഇനി അടുത്ത് വീണ്ടും ചെയ്യും. കാരണം എനിക്കത് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം, ഇൻഡസ്ട്രി റെക്കഗ്നൈസ് ചെയ്യണത് വരെ. അപ്പോൾ നമ്മൾ വീണ്ടും ഇൻഡിപെൻഡൻറ്റ് ഫിലിമുകളോട്ട് തന്നെ പോകുമ്പോൾ നമ്മൾ ആ സർക്കിളിനകത്ത് തന്നെ കിടന്ന് കറങ്ങുകയാണെന്നുള്ളൊരു ഫീല് വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വരാറുണ്ട്. പക്ഷെ നമുക്ക് വേറെ ചോയ്സ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ സിനിമ ചെയ്യാനാണ് ആഗ്രഹവും, പിന്നെ ഇൻഡസ്ട്രി റെക്കഗ്നൈസ് ചെയ്യുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അതിൽ ചെയ്യുന്നതിൽ എനിക്ക് അതിനെ വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. വൈ ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് റാദർ ദാൻ ഷോർട്ട് ഫിലിംസ്? ഇത്രയും റിസ്ക് ഇല്ല, കുറച്ച് സമയത്തിൽ ഷൂട്ട് ചെയ്യാം, എന്തുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഷോർട്ട് ഫിലിം എടുത്തപ്പോൾ? ഷോർട്ട് ഫിലിം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനൊരു 10ാം ക്ലാസ് തൊട്ടാണ് ആദ്യമായിട്ടൊരു 10ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് ഷോർട്ട് ഫിലിംസ് ചെയ്യുമായിരുന്നു. നോ ബഡ്ജറ്റിൽ ഒരു 18ഓളം ഷോർട്ട് ഫിലിംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ 4 ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എൻ്റെ ഫ്രണ്ട്സിൻ്റെയിലൊക്കെ എഡിറ്ററായിട്ടും സിനിമാറ്റോഗ്രാഫറായിട്ടും അതിൻ്റെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പോയിന്റ് ഡിഫറെൻറ്റ് ഷോർട്ട് ഫിലിംസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം എന്ന് തൊട്ടാണ് ഇൻഡിപെൻഡൻറ്റ് സിനിമയിലോട്ട് വരുന്നത്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് സിനിമയിലൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അവിടെ ഹോളിവുഡ് ആ ഒരു ടൈമിലൊക്കെ ഇപ്പം സ്റ്റീവൻ സ്പീൽബർഗ് ആണെങ്കിലും ക്രിസ്റ്റഫർ നോളൻ, പിന്നെ സ്റ്റീവൻ സോഡർബർഗ്, റിച്ചാർഡ് ലിങ്ക്ലേറ്റർ, അപ്പോൾ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഇവരൊക്കെ തന്നെയാണ് ഇൻസ്പിറേഷൻ. ഇതിൽ നിന്ന് ഇതുപോലെ ചെറിയ സിനിമകൾ ചെയ്ത് പിന്നെ വലുതായതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ വെച്ചാൽ റോബർട്ട് റോഡ്രിഗസ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട്. അപ്പോൾ ആ പുള്ളിയുടെ എൽ മറിയാച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം. അപ്പോൾ പുള്ളിക്ക് ആ ഒരു വളരെയധികം ആ ഒരു സമയത്ത് ഒരു വലിയ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഒന്നും ഇല്ലാതെ പുള്ളി ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് പുള്ളി തന്നെ ഫുൾ എല്ലാ പരിപാടിയും പുള്ളി ചെയ്തൊരു സിനിമയാണ്. അത് പിന്നെ അവസാനം ഒരു ഹോളിവുഡ് വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി വാങ്ങുകയും അതിൻ്റെ തന്നെ ഒരുപാട് ഫ്രാഞ്ചൈസ് ഇറങ്ങി. പിന്നെ പുള്ളിയുടെ പേര് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈ കിഡ്സ് ആ ഫ്രാഞ്ചൈസിൻ്റെ ഡയറക്ടറാണ്. അതുപോലെ സിൻ സിറ്റി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഓക്കെ ഇവരും ഇൻഡിപെൻഡൻറ്റ് സർക്കിളിൽ നിന്ന് വന്നതാണ് എന്ന്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ കൃഷാന്ത് ഇൻഡിപെൻഡൻറ്റ് സർക്കിളിൽ നിന്ന് വന്ന ആളാണ്. വിപിൻ അറ്റ്ലി ആദ്യം അങ്ങനെ പറയാറില്ല, പുള്ളിയുടെയും ഒരു ഇതാണ് കണ്ടിന്യൂസ് ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. ഇവരൊക്കെ ഓക്കെ എനിക്ക് കൃഷാന്താണ് ഏറ്റവും വലിയ എനിക്കൊരു ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇൻഡിപെൻഡൻറ്റ് സിനിമാസ് ചെയ്ത് ഇപ്പോൾ അടുത്ത വലിയ പ്രോജക്ട്സുകളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ ചില ആൾക്കാരുള്ളത് കൊണ്ടാണ് ഓക്കെ ഇതിലൂടെ ചെയ്ത് ചിലപ്പോൾ വർക്കൗട്ട് ആവാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. കൃഷാന്തിൻ്റെ എക്സാമ്പിൾ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റിയ ഒരു 2-3 വർഷങ്ങളുടെ ഗ്യാപ്പിലാണ്. 2020 ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇൻസ്പിറേഷൻ ഈ ഹോളിവുഡ് സംവിധായകരാണ്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് ബിഫോർ കൃഷാന്ത് എന്ന രീതിയിൽ പറഞ്ഞാൽ പോലും ഇൻഡിപെൻഡൻറ്റ് ഫിലിംസിനെ ബാക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതായത് നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് ഫിലിമുമായിട്ട് കൊണ്ടുവന്നാൽ ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾ തിയേറ്ററിൽ ഇറക്കുക, നിങ്ങൾക്ക് അത് ഇറക്കാൻ പറ്റി ഒരു ഷോ കിട്ടി. അല്ലാതെ വേറൊരു മേജർ പ്രൊഡക്ഷൻ കമ്പനി അങ്ങനെ വാങ്ങുന്നത് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടേ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവിടെ അങ്ങനൊരു സിസ്റ്റം ഉണ്ട്. അവിടെ ഇൻഡിപെൻഡൻറ്റ് ഫിലിംസിനായിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഫിലിംസിന് ഒരു മാർക്കറ്റ് ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ എന്ത് വിശ്വസിച്ചാണ് ഇറങ്ങുക? ഒരു മാർക്കറ്റ് വേണമല്ലോ നമുക്കിതൊരു പിച്ച് ചെയ്യാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഇൻഡിപെൻഡൻറ്റ് സിനിമ ഞാൻ ഡിസ്കവർ ചെയ്തത് ഇവരിലൂടെയാണ്. പിന്നെ ഇവിടെ ഞാനത് കൂടുതൽ കണ്ടിട്ടുള്ള IFFK മലയാള സിനിമ ടുഡേ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി. അപ്പോൾ ഞാനത് IFFK വരുമ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള മിക്ക സിനിമകളും കാണും. അപ്പോൾ അതിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള ഫിലിംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ബാബുസേനം ബ്രദേഴ്സ് അവർ ചെയ്യുന്ന സിനിമകൾ അവർ നിരന്തരം ഇതിൽ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ ഇപ്പോൾ പ്രതാപ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ട്രിവാൻഡ്രം ആണെങ്കിലും കോഴിക്കോട് അങ്ങനത്തെ രീതിയിലുണ്ട്. എൻ്റെ ചോദ്യം അതാണ്, അവരുടെ വർക്കുകളെല്ലാം IFFK ലിമിറ്റഡ് ആണ്. ഞാൻ പറയുന്നത് ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിലോട്ടോ അല്ലെങ്കിൽ അവർക്ക് അല്ലാണ്ട് പ്രദർശിപ്പിക്കാനുള്ള തിയേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വസ്തുതയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. IFFK ഓക്കെ, അത് നമ്മൾ എൻട്രി അയച്ചു കൊടുക്കുന്നു, സെലക്റ്റഡ് ആണെങ്കിൽ കിട്ടുന്നു. ഞാൻ പറയുന്നത് അല്ലാണ്ട് കമേഴ്ഷ്യൽ സിനിമയ്ക്ക് കിട്ടുന്നത് പോലെ ഒരു മാർക്കറ്റ് സ്പേസ് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനുള്ള ടൈം സ്ലോട്ട് ഇതില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് വാസ്തവമാണ്, അങ്ങനത്തെ ഒരു സ്ലോട്ട് ഇല്ല. പക്ഷേ ഇത് ആളുകൾ ഇതിനെപ്പറ്റി നമ്മളില്ലേ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ ഇപ്പോൾ ആളുകൾക്ക് ജനശ്രദ്ധ രീതിയിൽ അത് വർക്കൗട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയും അതിലൊരു ലുക്ക്
അപ്പം അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ അല്ല സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ വർക്ക് ആളുകൾ കാണുക എന്നുള്ളത് നിർബന്ധ ബുദ്ധിയോടെയാണല്ലോ നിങ്ങൾ എടുക്കുക, നമ്മൾ എന്നെ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ. ആ സ്പേസ് ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടുണ്ടോന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അത് ഒരു സ്പേസ് കുറവാണ്. ഞാൻ പറഞ്ഞില്ല ഇപ്പം അല്ലെങ്കിൽ IFFK മോഡലിലുള്ളൊരു സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. IFFK എന്ന് പറയുന്നത് വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ഫിലിംസിന്. മലയാള സിനിമ ടുഡേ കാറ്റഗറി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉള്ളത് കൊണ്ടും അങ്ങനത്തതാണ്. പക്ഷേ എല്ലാ ഫിലിംസ് അതിനകത്ത് കയറുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ചിലത് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ ടൈപ്പ്. ഇപ്പം അതിലൂടെയാണ് ഇപ്പം ആവാസവ്യൂഹവും അവിടെ കയറിയതിന് ശേഷമാണ് കുറച്ച് ഇതായത് ആട്ടം, പിന്നെ 1001 നുണകളോ അങ്ങനത്തെ ഒരു ഫെമിനിസ്റ്റ് ഫാത്തിമ, അതൊക്കെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ ആളുകളിലേക്ക് എത്തുന്നത് ഒരു ഇത്രയും കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്ലാറ്റ്ഫോമും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്. എനിക്ക് തോന്നുന്നു ഈ 1001 സർക്യൂട്ട് ചെയ്തു കമേഴ്ഷ്യലോട്ട് ഒരു സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹാഫ് ഡൺ ആണെന്ന് തോന്നുന്നുണ്ട്. ഹാഫ് ഡൺ ആണ്. അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ലക്ഷ്യമുണ്ടോ നമ്മൾ ഈ സിനിമ അയക്കുക അല്ലെങ്കിൽ ഇല്ല? ഇത് ശരിക്കും ഇത് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്ത് എന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേകതരം ജേണറാണ്. ഇതിന് അങ്ങനെ ആർട്ട് അങ്ങനത്തെ രീതിയിൽ ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്ന് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇതിനൊരു വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ് അങ്ങനത്തെ രീതിയിൽ ഈ പ്രോജക്റ്റിനെ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇത് ആളുകൾ എങ്ങനെ ഇത് ഇൻടേക്ക് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇതൊരു വെച്ചാൽ കുറച്ച് ചെറുപ്പക്കാരെ അവർക്ക് പറ്റുന്ന റിസോഴ്സസ് കൊണ്ട് എടുത്തൊരു സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ആസ്പയറിങ് ഫിലിം മേക്കറിന് ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ചെയ്ത ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവരത് ഇമ്പ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട് ഇതിൽ. എനിക്കപ്പോൾ അങ്ങനെ നമ്മളെ കണ്ട് നമ്മളെ ഒരു കഴിവിൽ വിശ്വാസം ഉള്ള ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ആർട്ടിസ്റ്റ് അപ്രോച്ചിങ് എങ്ങനെയാണ്? അതായത് ഫ്രണ്ട്സിനെ എടുക്കുക എന്നുള്ളത് തന്നെയാണോ അതോ ക്യാരക്ടറിനനുസരിച്ച് വേറെ പോയി ഓഡിഷൻ ചെയ്യുമോ? അങ്ങനെ അല്ല, ആദ്യം ഫ്രണ്ട്സിനെ തന്നെയാണ് സമീപിച്ചത്. പിന്നെ ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് അവരെ അങ്ങനെ സേഫ് സോണ് പിടിച്ച് അവരെ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ചില ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ വെളിയിൽ നിന്ന് അപ്രോച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വെളിയിൽ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് തന്നെയാണ് പലരും ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ചുമ്മാ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നത്, എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് വേണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇല്ല, ഷൂട്ടിനിടയിൽ എങ്ങനെ എന്തെങ്കിലും അതല്ല ഒരു ചില എല്ലാവർക്കും ഒരു ബോയിലിംഗ് പോയിന്റ് കാണും. ഇപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും ഇപ്പോൾ ഒരു ഫസ്റ്റ് മന്തൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യണം, എല്ലാവരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ മെയിൻ സംഭവം ഈ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ടുപോവുക. ഈ 60 ദിവസം എന്ന് പറയുന്നത് ഒരു മാസം 10 ദിവസമൊക്കെ ചിലപ്പോൾ ഷൂട്ട് കാണത്തുള്ളൂ, അതും ഹാഫ് ഡേ അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ബാക്കി 20 ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആളുകൾ ഫ്രീ ആവുന്നത് എങ്ങനെ, നമുക്ക് ഈ ഒരു സാധനം എങ്ങനത്തെ രീതിയിൽ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഡിസ്കഷനും പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഒരു സ്പേസിനെ കുറേ കഴിയുമ്പോൾ ഇത് അവർക്ക് തന്നെ ചോദ്യം വരും. എന്നുവെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ല വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മളെ ബാക്ക് ചെയ്യാനില്ല, ഇത് ഇപ്പോൾ എവിടെ ചെന്നെത്തും എന്നൊക്കെ ഉള്ള ചിന്തകൾ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ അവരവരുടെ കൺസേൺ കാണിച്ചിട്ടുണ്ട്. ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവരിലും ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നതാണ്. അതിപ്പോൾ ഇതിൽ മാത്രമല്ല, ഏതൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമയാണെങ്കിലും ഇത്രയും ടൈം എടുത്തൊരു സംഭവം ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ വലിയൊരു സംഭവമല്ല അവർക്ക് കൊടുക്കുന്നത്, ചെറിയ എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ അതിലവർ അവരെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺസേൺ അത് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ മാക്സിൽ വന്നതിന് ശേഷം റിപ്പോർട്ട്സ് എങ്ങനെയുണ്ട്, റിവ്യൂസ് എങ്ങനെയുണ്ട്? പിന്നെ ഉള്ളത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെയ്തു വെച്ചേക്കുന്ന സ്ക്രിപ്റ്റുകൾ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് വീണ്ടും പിച്ച് ചെയ്യാനാണോ അതോ പുതിയ പ്രോജക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ടോ, ഡിസ്കഷൻസ് ഉണ്ടാകുന്നുണ്ടോ? ഓക്കെ, ക്ലോസ്ഡ് ആയിട്ട് വെക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പല ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിനും അവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇൻഡിപെൻഡൻറ്റ് അതോ നമ്മുടെ ഈ സിനിമയുടെ പ്രോസസ്സ് ഇപ്പോൾ 2-3 പ്രോജക്ട്സ് പൈപ്പ് ലൈനിലുണ്ട്, ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അല്ലാതെ കുറച്ച് പ്രോജക്ട്സ് ഞാൻ പിച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നടക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അടുത്ത ചോദ്യം റിപ്പോർട്ട്സ് ഇതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ ബാക്ക് ഡ്രോപ്പ് അറിഞ്ഞിട്ട് ആളുകൾ സിനിമ കണ്ടിട്ടാണ് കൂടുതലും അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ട്രഗിൾസ് മനസ്സിലാക്കി കാണുന്നവർ അതെ, അതാണ്. ഇതില്ലാത്തവരും ഉണ്ട് എന്ന് വെച്ചാൽ ചില ഫ്രണ്ട്സും ഇതെല്ലാവരും കണ്ടിട്ട് ഫ്രണ്ട്സ് അല്ലാത്തവരും എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, കൊള്ളാം ഇത് എത്രയായി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് ഞാൻ പറയും ഇതിൽ ഇങ്ങനത്തെ രീതിയിലൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ അവർ ഓക്കെ ഇതിൽ അടിപൊളിയാണ്. അപ്പം അല്ലാതെ ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് മനസ്സിലാക്കി വന്ന്
റിവ്യൂ പറയുന്നവരും ഉണ്ട്. എനിക്ക് കിട്ടുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു കമൻസ് തന്നെയാണ് സിനിമയിൽ കിട്ടുന്നത്. അത് എടുക്കുന്നത് എങ്ങനെയാണ്? ഓക്കെയാണ്, ലൈക്ക് അവർ പറയുന്നത് ജെനുവിനായിട്ട് നമ്മൾ? അതെ, ജെനുവിനായിട്ട് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. ചിലവർ പറയും ഇതിൻ്റെ ഗ്രേഡിങ് ശരിയായില്ല, ഇതിൻ്റെ അത് ഞാൻ എടുക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, ചില കാര്യങ്ങളൊക്കെ സത്യമാണ് അവർ പറയുന്നത്. അപ്പോൾ രണ്ടും കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടും എടുക്കണമല്ലോ. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എടുക്കും, പോസിറ്റീവ് എടുക്കും. ഫൈനലിൽ ഞാൻ ഇത് വെച്ച് അവസാനിപ്പിക്കാം. നമ്മൾ എന്തായാലും മുന്നോട്ട് പോവാണല്ലോ ഈ സിനിമ വെച്ച് തന്നെ. മടുപ്പ് തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച്? നമുക്കിത് പറ്റുന്നില്ല, നമ്മുടെ സമയം പോകുന്നു, വർഷങ്ങൾ പോകുന്നു, അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്നുള്ളത് തോന്നി? അല്ല, അത് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു സംഭവത്തിൽ ട്രൈ ചെയ്യുമ്പോഴും എന്നുവെച്ചാൽ അവിടെ പോയിട്ട് നമ്മളൊരു ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ടൈമും നമ്മുടെ ഇതും ചെയ്തിട്ട് നമ്മളവിടെ പോകുമ്പോൾ നമുക്കത് ആ ഒരു എഫേർട്ടിനുള്ള സംഭവം തിരിച്ച് കിട്ടാതെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു മടുപ്പ് തോന്നാറുണ്ട്. എന്നുവെച്ചാൽ ഇത് വർക്കൗട്ട് ആവുമോ, ഇത് വേറെ വല്ല ജോലിയും ചെയ്യണോ എന്നുള്ളത് തോന്നും. പക്ഷേ അത് 2-3 ദിവസം കഴിയുമ്പോഴും ഓക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 2020 തൊട്ട് ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു പ്രോസസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓക്കെ വർക്കൗട്ട് ആവാതെ വരുമ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഒരു ചെറിയ പ്രോജക്റ്റ് വല്ലതും കിട്ടുകയാണെങ്കിൽ അതും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രിപ്പിൾ ലെഗർ ഗംഭീരമാവട്ടെ, ആളുകൾ സംസാരിക്കട്ടെ, ചർച്ച ചെയ്യപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.